നമ്മളെ ബ്രെയിന് 10ഓളം പാട്ടുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക, ഒന്നും അതുമായിട്ട് സിങ്ക്രണൈസ് പോകുന്നുമില്ല. ഒരുപാട് അസ്വസ്ഥതകൾ, ഒരുപാട് ചിന്തകൾ, ഒരുപാട് വികാരങ്ങൾ, ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുമ്പം ഇതിനെ ഒന്ന് കാം ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം. അതിനെന്താ ചെയ്യേണ്ടതെന്നറിയോ? നിങ്ങളെ മൊബൈൽ ഫോൺ എടുക്കുക, പറ്റുമെങ്കിൽ ഒരു ഇയർഫോണും വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളത് കേൾക്കാൻ തുടങ്ങുക. എന്നിട്ട് ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പം ആ പാട്ടിൽ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റിലേക്ക് മാത്രം നിങ്ങൾ ശ്രദ്ധയെ കൊണ്ടുപോകും. ഇപ്പോൾ ഒരു ഗിത്താർ ഉണ്ടാവും, വായിക്കുന്ന ഒരാളുണ്ടാവും. നമ്മൾ പാട്ട് പാടുമ്പോൾ ഗിത്താർ, പിയാനോ, ഹാർമോണിയം, അല്ലേ, തബല, ഇതൊക്കെ വായിക്കുന്ന പല ആൾക്കാരുണ്ടാകുമല്ലോ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റ് ശ്രദ്ധിച്ചിട്ട് ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ആ ഒരു താളത്തിലേക്കും അതിൻ്റെ വിഷ്വലൈസേഷനിലേക്കും മാത്രം നിങ്ങൾ ശ്രദ്ധയെ കൊണ്ടുപോകുക. നിങ്ങൾ സെലക്ട് ചെയ്തോ. എന്നിട്ട് നിങ്ങളൊന്ന് കണ്ണടച്ചിട്ട് ഒരു ദീർഘശ്വാസം ഉള്ളോട്ടെടുത്തിട്ട് ആ മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്യും. ഒരുപാട് സംഗീതത്തിനിടയിൽ ആ നിങ്ങൾ സെലക്ട് ചെയ്ത് അതിലേക്ക് മാത്രം നിങ്ങൾ ശ്രദ്ധയെ പോയപ്പോൾ എന്തായാലും അനുഭവം ഉണ്ടായത്. നമ്മൾ പ്രത്യേകിച്ച് ഒരു കാര്യത്തിലേക്ക് എന്നെ ഫോക്കസ് ചെയ്യാൻ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളെ മനസ്സ് എന്താവും എന്നറിയോ? ഒരു പക്ഷിയെ പോലെ വീണ്ടും ആകാശത്തേക്ക് ഇങ്ങനെ പാറി നടക്കാനൊക്കെ തുടങ്ങും. തിരിച്ചു കൊണ്ടുവരിക അതിനെ, വീണ്ടും തിരിച്ച് നമ്മളെ ആ ശ്രദ്ധയെ ആ ഇൻസ്ട്രുമെൻറ്റിലേക്ക് മാത്രം ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. കുറച്ച് ബുദ്ധിമുട്ടല്ലേ നിങ്ങൾക്ക് ആ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ ആ ഒരു സൗണ്ടിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാൻ? ഇതാണ് മൈൻഡ്ഫുൾനെസ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ. ഈ നിമിഷത്തിലെ ഈ ഒരൊറ്റ കാര്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള നമ്മുടെ മനസ്സിൻ്റെ ട്യൂൺ ചെയ്യുന്ന ഒരു ഏറ്റവും നല്ലൊരു എക്സസൈസാണ് ഈ മൈൻഡ്ഫുൾനെസ് എക്സസൈസ്. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരുപാട് പല സംഗീതങ്ങളും ആയിട്ട് ഇങ്ങനെ പോകുന്ന ജീവിതത്തിൽ പല പ്രശ്നങ്ങളാകുമ്പോൾ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏതോ ഒരു പോയിന്റിലേക്ക് നമ്മൾ ഫോക്കസ് ആ നിമിഷത്തിൽ ആ ഒരു ഫോക്കസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവിടെ വിരിയുന്നത് കൊച്ചു കൊച്ചു സന്തോഷങ്ങളായിരിക്കും, കൊച്ചു കൊച്ചു ശ്രദ്ധകളായിരിക്കും. അത് നമ്മുടെ ജീവിതത്തിന് നൽകുന്ന ആ ഒരു പ്ലഷർ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ എക്സസൈസ് എല്ലാവരും ഒന്ന് അനുവർത്തിക്കുക. എന്നിട്ട് എന്താണ് നിങ്ങൾ അനുഭവിക്കുന്നത് എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ വാഹനം ഓടിച്ചൊക്കെ വാഹനം ഓടിക്കുമ്പോൾ ചെയ്യേണ്ട, അല്ലാതെ സമയത്ത് ചെയ്താൽ മതി. വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധ മാറിപ്പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്.